ഹലോ, നമസ്കാരം. മധുസൂദനൻ കുഞ്ഞൻപിള്ളയാണ്. ഓട്ടം ഓട്ടം നമ്മൾ എല്ലാവർക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനമാണ്, ഒരു ആക്ടിവിറ്റിയാണ് ഓട്ടം. ചിലവർ പൈസ ഉണ്ടാക്കാനുള്ള ഓട്ടം, ചിലവർക്ക് ജീവിച്ച് പോകണമെന്നുള്ള അതിന് വേണ്ടി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടം, ചിലവർ ഫെയിം ആവാനുള്ള ഓട്ടം, ചിലർ അധികാരത്തിന് വേണ്ടിയുള്ള ഓട്ടം. അപ്പോൾ ഓട്ടം എല്ലാവരും ഏതെങ്കിലും തരത്തിൽ നടത്തുന്നുണ്ടായിരിക്കും. എനിക്ക് അതുമായിട്ടുള്ള രണ്ട് ഓട്ടക്കഥകൾ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത രണ്ട് ഓട്ടങ്ങളാണ്. അതൊന്ന് കുഞ്ഞുനാളിലായിരുന്നു. ഞാനന്ന് 8ാം ക്ലാസ്സിൽ എന്തോ പഠിക്കുകയാണ്. എൻ്റെ ബാലേട്ടനായിട്ട് എൻ്റെ മൂത്ത സഹോദരനാണ്. നമ്മൾ 2-3 വയസ്സിൻ്റെ വ്യത്യാസമുള്ളൂ. പക്ഷേ ഞങ്ങൾ കൂട്ടുകാരെ പോലെയാണ്. എവിടെയാണെങ്കിലും എങ്ങനെയായിരുന്നാലും ഒറ്റയ്ക്കും ഞങ്ങൾ രണ്ടുപേരുമാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഒന്നിച്ച് കാണുന്ന ആൾക്കാർ. ഇപ്പം കുഞ്ഞുനാളിൽ ഞങ്ങൾക്ക് ഭയങ്കര വീക്ക്നെസ്, ഞങ്ങൾക്കെന്നാൽ എനിക്കും ചേട്ടനൊക്കെ ഒരു സിനിമ ഭ്രാന്തുണ്ടായിരുന്നു. അപ്പം വീട്ടിലുള്ള സാഹചര്യവും കൃഷിയും കാര്യങ്ങളും പഠിത്തവുമായിട്ടൊക്കെ നടക്കുമ്പോഴത്തേക്ക് നമ്മൾ പകലൊന്നും പറ്റില്ല, ശനിയും ഞായറൊന്നും പറ്റില്ല. എപ്പോഴും അച്ഛൻ അറിയാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അത് കാരണം ഞങ്ങൾ സെക്കൻഡ് ഷോസ്, ഞങ്ങൾക്കുള്ളൊരു മുറിയുണ്ട്. ആ മുറിക്കകത്തുനിന്ന് പതുക്കെ ഓരോരുത്തരായിട്ട് സ്ലിപ്പ് ചെയ്ത് ഒരു 9:30-ക്ക് ശേഷം തലകണയും തുണികളൊക്കെ വെച്ച് 2 ആൾ രൂപം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ അത് പോയി ചെന്ന് സിനിമ കാണാൻ അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ്. മിക്കവാറും ശ്രീകുമാറിലോ ശ്രീവിശാഖിലാണുള്ള സിനിമകളാണ് നമ്മൾ കാണുന്നത്. ചിലപ്പോൾ ന്യൂ തിയേറ്ററിലാണ് എന്നുള്ള ഏകദേശം നല്ല ഹിന്ദി പടങ്ങളും ഇംഗ്ലീഷ് പടങ്ങൾ, മലയാളം പടം കണ്ടതെന്ന് എനിക്ക് ഓർമ്മയില്ല. അതൊക്കെ ഞങ്ങളിന്ന് കാണുമായിരുന്നു. കണ്ടിട്ട് തിരിച്ചുള്ള വരവോ ഒരു 1:30-2 മണിക്കുള്ള തിരിച്ചുള്ള വളരെ വീട് വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചേട്ടൻ ഇങ്ങനെ നടക്കും, ചേട്ടൻ്റെ കൈ പിടിച്ചിട്ട് ഞാൻ കണ്ണും അടച്ചിട്ട് ഇങ്ങനെ ഉറങ്ങി അങ്ങ് വീട്ടിലെത്താൻ മതി എന്നുള്ളതാവും. അതുപോലെ തന്നെ രാത്രി ഉറക്കം നഷ്ടപ്പെടുന്ന കാരണം കൊണ്ട് ഇനി എന്തായാലും ഈ പരിപാടി മതിയാക്കാം, ഇനി നമുക്ക് വേണ്ടാന്ന് ഓരോ പ്രാവശ്യവും ഇങ്ങനെ ഒരു പ്രതിജ്ഞ ചെയ്യുമെങ്കിലും അടുത്ത സിനിമ ആകുമ്പോഴത്തേക്ക് നമ്മൾ ആ പ്രതിജ്ഞ പൊട്ടിച്ചങ്ങ് പോകുമായിരുന്നു. അങ്ങനെ നടന്ന് പോകുന്ന ഒരു സമയത്താണ് ഞങ്ങൾക്കൊരു ആപത്ത് വന്നത്. കിള്ളിപ്പാലം കഴിഞ്ഞു കരമന ആണ്ടി ഇറക്കത്തിൻ്റെ അവിടെ ചോദിച്ചു. ഒരു പോലീസുകാരൻ, 2 ബീറ്റ് പോലീസുകാർ, തലയിൽ തോർത്തൊക്കെ കിട്ടിയിട്ടുണ്ട്, 2 ഓരോ കമ്പിരിപ്പുണ്ട്, ലാട്ടി ഇരിപ്പുണ്ട്, കയ്യിൽ ബുക്ക് ഇരിപ്പുണ്ട്. ഞങ്ങളെ തടഞ്ഞു നിർത്തി. എന്നാൽ വിജനമാണ്, റോഡിൽ ആരുമില്ല. എവിടെയാടാ 2 കൂടെ? അപ്പോൾ ഞാൻ 8ാം ക്ലാസ് പഠിക്കുമ്പോൾ അതിനുള്ള പ്രായമേ ഒരു 12-13 വയസ്സേ ഉള്ളൂ. ചേട്ടൻ്റെ കണ 2 വയസ്സിന് മൂത്തതാണ്. 2 നിക്കറിലാണ്. എവിടെയാടാ പോകുന്നതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഞങ്ങൾ സിനിമയ്ക്ക് പോകണം. ഭാഗ്യത്തിന് സിനിമയുടെ ടിക്കറ്റ് കാണിക്കാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അയാൾ ഒരു ബുക്ക് എടുത്തിട്ട് ഓരോരുത്തരെ ചോദിക്കണം വിവരങ്ങൾ. ആ ചേട്ടൻ്റെ പേര് ചോദിച്ചു, ചേട്ടൻ്റെ അച്ഛൻ്റെ പേര് ചോദിച്ചു. അത് കഴിഞ്ഞിട്ട് അടുത്ത വീട്ടിലെ അഡ്രസ്സ് ചോദിച്ചു. ഞങ്ങൾക്ക് വിഷമമുണ്ട്, ഇനി എന്താണ് ഏതാവുന്ന ഒരു പോലീസുകാരൻ പിടിച്ച. പക്ഷെ അന്ന് ഞാൻ ഫീൽ ചെയ്ത് പോലീസിനെ കണ്ട പേടി തോന്നുന്ന ഒരു സംഭവമാണ്. ഭയങ്കരമായിട്ട് പേടിച്ചു കഴിഞ്ഞ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഡീറ്റെയിൽസ് കണ്ടപ്പോൾ ഉടനെ മനസ്സിലായി. അയാൾ ചോദിച്ചു, നീ 2 സഹോദരങ്ങളാണ്, ഒരച്ഛൻ്റെ മക്കളാണ്? അതെ, ഒരച്ഛൻ്റെ മക്കളാണ്. 2 കൂടെ അണ്ണനും അനിയും കൂടെ ഇറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ഓടിക്കണം, ഇവിടെ നിന്ന് ഓടിക്കണം, തിരിഞ്ഞു നോക്കരുത്, വീട് വരെ ഓടിക്കണം, ഇതിൻ്റെ ഇടയിൽ നിന്ന് തിരിഞ്ഞു പോയിക്കാൻ 2 അകത്താക്കും എന്ന് പറഞ്ഞ് പേടിപ്പിച്ചു. കുഞ്ഞുനാളല്ലേ, പോലീസിൻ്റെ രക്ഷപ്പെട്ടാൽ മതി എന്നുള്ളതിൽ ഞാൻ ഓടി. ആ ഓട്ടം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. അന്നൊരു ഏകദേശം 3-4 കിലോമീറ്റർ വരും. ഓടി വീട്ടിൻ്റെ അവിടെ വന്നിട്ട് പൈപ്പുണ്ട്, ഒരു പുതു പൈപ്പുണ്ട്, അവിടെ നിന്നിട്ട് ഞാൻ അണയ്ക്കുകയാണ്. മുഖത്തിൽ കൂടെ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് തളർന്നു. ചേട്ടനും ഞാനും മത്സരമായിരുന്നു, ആരാണ് ആദ്യം എത്തും. ആ ഒരു ഓട്ടം ഒരിക്കലും മനസ്സിൽ നിന്ന് മാറുന്നില്ല. ആ ഒരു ഓട്ടം, അതിലൊരു പേടിയായിരുന്നു എൻ്റെ ആ ഓട്ടത്തിൻ്റെ പുറകിൽ. അടുത്ത ഒരു സന്തോഷമുള്ളൊരു ഓട്ടം കൂടെ ഉണ്ട്. ആ ഓട്ടം എനിക്ക് മറക്കാൻ പറ്റില്ല. അതിൻ്റെ 2ാമത്തെ മകൻ്റെ ജനന സമയമായിരുന്നു. അപ്പം മൂത്തത് മകളാണ്. അപ്പം മകൾ മോനെ സ്വീകരിക്കാൻ വേണ്ടി ഞങ്ങളെ കൂടെ ഉണ്ട്. 2:30-3 മണിയായി കാണും. ഒരു തലസ്ഥാനത്തെ ഒരു പ്രൈവറ്റ് ആശുപത്രിയിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഞ്ഞു ജനിച്ചു. ഭയങ്കര സന്തോഷമായി. 2-2:30 മണിയായി.
ജനിച്ച സന്തോഷം ആൺകുട്ടിയാണെന്ന് അറിഞ്ഞു. അപ്പോൾ അതിലും കൂടുതൽ സന്തോഷം. മോളാണ് ആ കുഞ്ഞിനെ സ്വീകരിക്കുന്നത്. കൊച്ച് ഒരു 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 എലിക്കുഞ്ഞിനെ പോലെ എനിക്ക് തോന്നി. 4 വീട്ടിന് തുണിയൊക്കെ ചുറ്റി ഇങ്ങനെ തന്നപ്പോൾ ആ കൊച്ചിന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നേഴ്സ് ഉടനെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, വൈഫിന് ചായ വേണമെന്ന്, കട്ടൻ ചായ വേണമെന്ന്. അപ്പോൾ പുള്ളി പ്രസവിച്ച് തളർന്നിരിക്കുകയാണ്. അപ്പോൾ കട്ടൻ ചായ, അപ്പോൾ ഉള്ളിനകത്ത് അച്ഛനായ എന്നുള്ള ഒരു ജോയ്, ഒരു മോൻ്റെയും കൂടെ അച്ഛനായ എന്നുള്ള ഒരു ജോയ് എൻ്റെ ഉണ്ട്. അതുമെല്ലാം കൊണ്ട് ആ ഫ്ലാസ്കും കൊണ്ട് ഞാൻ ഓടയാണ് ചായയ്ക്ക് വേണ്ടി. അപ്പോൾ അവിടെ രാത്രി ആയാലും 2:30 മണിക്ക് ചായ കട തുറന്നിരിക്കുമ്പോൾ ഓരോരുത്തരും ഓടി നിർത്താതെ ഓടയാണ്. അപ്പോൾ ആ ഓട്ടത്തിൻ്റെ ഇടയിൽ ഈ വെപ്രാളമൊന്നുമില്ല, പക്ഷെ എനിക്ക് എവിടെ നിന്നെങ്കിലും ചായ കിട്ടണം. ഓടി 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 അവസാനം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൻ്റെ നടയിൽ നിന്ന് എനിക്ക് ചായ കിട്ടി. അവിടെ കടയുണ്ട്, ലൈവുണ്ട്. അവിടെ നിന്ന് ചായ കുടിച്ച് തിരിച്ചു ഓടാനുള്ള ശക്തിയില്ല, അത്രയും ദൂരം വന്നു. പിന്നെ ഒരു ഓട്ടോ പിടിച്ച് 25 രൂപ കൊടുത്തിട്ട് തിരിച്ച് ഹോസ്പിറ്റലിൽ വന്നു. ആ ചായ നഴ്സിനെ ഏൽപ്പിച്ചു. ആ ഓട്ടോ എനിക്ക് വളരെ ഇതുള്ളതായിരുന്നു, മറക്കാൻ പറ്റാത്ത ഓട്ടമാണ്. നിങ്ങൾക്ക് എൻ്റെ ഈ ഓട്ടക്കഥ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത ഒരു എക്സ്പീരിയൻസുമായിട്ട് വീണ്ടും കാണാം. മധുസൂദനൻ കുഞ്ഞൻപിള്ള.